PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 127/2023. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ കാവേരി. രണ്ടാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1887 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? തന്നിരിക്കുന്നത് നാനാ സാഹിബ് താന്ത്യ തോപ്പി, അവർ കാൺപൂരിലാണ് നയിച്ചിരുന്നത്. ഭക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ, അവർ ഡൽഹിയിലാണ് നയിച്ചത്. സിദ്ധു കാനു എന്നിവരാണ് ബന്ധപ്പെടാത്ത നേതാക്കന്മാർ. കുൻവർ സിംഗും ഗോനുവും ബീഹാറിലും ജഗദീഷ്പൂരിലുമാണ് കലാപം നയിച്ചത്. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, അതാണ് ബന്ധമില്ലാത്തത്. സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നിവയൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാത്തത്. 1927 ബ്രിട്ടീഷ് സർക്കാർ ഭരണഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച 7 അംഗ സംഘങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ടാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. നാലാമത്തെ ചോദ്യം, നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, വേലുത്തമ്പി ദളവ. അഞ്ചാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ്? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ജഹാംഗീർ. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നത് ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക, അത് ശരിയാണ്. ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകുക, അതും ശരിയാണ്. ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക, അതും ശരിയാണ്. ന്യൂനപക്ഷർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക, അതാണ് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി. ഏഴാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. എട്ടാമത്തേത്, പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ, 30 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി സൗത്ത്. ഒൻപതാമത്തെ ചോദ്യം, ഇത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? തന്നിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്, ക്ലോറിന്, നൈട്രജന്, ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി. പത്താമത്തേത്, ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ജമ്മു കാശ്മീർ. 11ാമത്തെ ചോദ്യം, ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തരം ഓപ്ഷൻ എ, എക്കൽ മണ്ണ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹിമാചൽ പ്രദേശാണ് വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം വരുന്നത്. ജമ്മു കാശ്മീർ 2019 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട്. 13ാമത്തേത്, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പരുത്തി. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ജാർഖണ്ഡ്. 15ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്?
ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ഫിലിപ്പൈൻസ്. 16ാമത്തെ ചോദ്യം, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതാണ്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നിരിക്കുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. 17ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ക്ഷീരവികസനം. 18ാമത്തെ ചോദ്യം, 2023 G7 ഉച്ചകോടി വേദി എവിടെയാണ്? 2023 G7 ഉച്ചകോടി വേദി. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹിരോഷിമ. 2024 G7 ഉച്ചകോടി വേദി ഇറ്റലിയിലായിരുന്നു നടന്നത്. 19ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ 1975 സെപ്റ്റംബർ 9. 20ാമത്തെ ചോദ്യം, KSSMന്റെ പൂർണ്ണരൂപം എന്താണ്? KSSMന്റെ പൂർണ്ണരൂപം. ഉത്തരം ഓപ്ഷൻ എ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. 21ാമത്തെ ചോദ്യം, കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം. 22ാമത്തേത്, കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 25/5/2015. 23ാമത്തെ ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 43ാം വകുപ്പ്. 24ാമത്തെ ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ എ 36 മുതൽ 51 വരെ. 25ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി 1949 നവംബർ 26. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 5 മുതൽ 11. 28ാമത്തേത് ക്യാൻസൽ ചെയ്തതാണ്. 29, 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചായത്ത് രാജ്. 30ാമത് ചോദ്യം, തുല്യജോലിക്ക് തുല്യവേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുല്യജോലിക്ക് തുല്യവേതനം ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, 39D. 31ാമത് ചോദ്യം, ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി അംബേദ്കർ. 32ാമത്തേത്, ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അണ്ഡവാഹിനി കുഴലുകൾ, അതായത് ഫെലോപ്പിയൻ ട്യൂബ്. 33ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൺ എന്നല്ല ടോക്കോഫെറോൾ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൾ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജീവകം ഇ. 34ാമത്തെ ചോദ്യം, മിനാമാറ്റ രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിനാമാറ്റ രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി മെർക്കുറി മലിനീകരണം. 35ാമത്തെ ചോദ്യം, മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ കോഷിയോർക്കർ. 36ാമത്തെ ചോദ്യം, വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? വൈഡൽ ടെസ്റ്റ്. ഉത്തരം ഓപ്ഷൻ എ ടൈഫോയിഡ്. 37ാമത്തേത്, അന്താരാഷ്ട്ര യോഗ ദിനം എന്നാണ്?
അന്താരാഷ്ട്ര യോഗ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ജൂൺ 21. 38ാമത് ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക. 1. ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. അത് തെറ്റാണ്. ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ്. അതാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 39ാമത് ചോദ്യം. സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് രശ്മികൾ. 40ാമത് ചോദ്യം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം f 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം r എത്രയാണ്? ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 30 സെൻറ്റിമീറ്റർ. r = 2f എന്ന ഇക്വേഷൻ കൊടുത്താൽ ഓപ്ഷൻ എ ആണ് 30 സെൻറ്റിമീറ്റർ. 41ാമത്തെ ചോദ്യം. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ്? 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏത്? ഉത്തരം ഓപ്ഷൻ സി പെൻബ്രൽ ചന്ദ്രഗ്രഹണം. 42ാമത്തെ ചോദ്യം. 3D ഓർബിറ്റലിൽ ഉള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ n, l, m എന്നിവയുടെ മൂല്യങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. n = 3, l = 2, m = -1. 43ാമത്തെ ചോദ്യം. ബോറോൺ, അലുമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? ബോറോൺ, അലുമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പൊട്ടാസ്യം > മഗ്നീഷ്യം > അലുമിനിയം > ബോറോൺ. 44ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7നേക്കാൾ കൂടുതലുള്ളത് ഏതിനാണ്? താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7നേക്കാൾ കൂടുതലുള്ളത് ഏതിനാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മനുഷ്യരക്തം. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം 7.4 ആണ്. 45ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദർശലായനിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ള ആദർശലായനിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ബെൻസീനും ടൊളുവിനും, N-ഹെക്സൈനും, N-ഹെപ്റ്റൈനും, ഫിനോളും അനിലിനും. അതാണ് തെറ്റായിട്ടുള്ളത്. സി ആണ് ഉത്തരം. ബ്രോമോ ഈഥൈനും ക്ലോറോ ഈഥൈനും ആദർശലായനിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 46ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 1. ഹെർമൻ ഗുണ്ടർട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. അത് തെറ്റാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. അത് ശരിയാണ്. 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. അത് തെറ്റാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. അതും തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 47ാമത്തെ ചോദ്യം. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരം ആരാണ്? ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി നീരജ് ചോപ്ര. 48ാമത്തെ ചോദ്യം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ സേതുമാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 49ാമത്തേത്. താഴെ തന്നിരിക്കുന്നവൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നവൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആത്മോപദേശ ശതകം. വേദാധികാര നിരൂപണം പ്രസിദ്ധീകരിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ആത്മവിദ്യാകാഹളം വാഗ്ഭടാനന്ദനാണ്. ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. 50ാമത്തെ ചോദ്യം. മാമാങ്കത്തിൻ്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏതാണ്? മാമാങ്കത്തിൻ്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏത്?
ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹൈദരാലിയുടെ ആക്രമണം. ഇനി പറയുന്ന 10 ചോദ്യങ്ങൾ മാത്സിലേതാണ്. അതിൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. 51 ഓപ്ഷൻ ബി ആണ്, 52 ഓപ്ഷൻ സി ആണ്, 53 ഓപ്ഷൻ ബി ആണ് വരുന്നത്, 54 ഓപ്ഷൻ എ ആണ്, 55 ഓപ്ഷൻ ഡി ആണ്, 56 ഓപ്ഷൻ എ ആണ്, 57 ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, 58 ഓപ്ഷൻ സി ആണ് വരുന്നത്, 59 ഓപ്ഷൻ ബി ആണ്, 60 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 61 ചോദ്യം, ഡോണ്ട് ലുക്ക് ഡൗൺ ഡാഷ് ദ പ്യുവർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, അപ്പോൺ. ഡോണ്ട് ലുക്ക് ഡൗൺ അപ്പോൺ ദ പ്യുവർ. 62 ചോദ്യം, ദിസ് ഈസ് ഡാഷ് മൗണ്ടെയിൻ ഇൻ ദ ഏരിയ, ആർ യു ഷുവർ യു ക്യാൻ ക്ലൈംബ് ഇറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദ സ്റ്റീപ്പസ്റ്റ്. ദിസ് ഈസ് ദ സ്റ്റീപ്പസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ ഏരിയ, ആർ യു ഷുവർ യു ക്യാൻ ക്ലൈംബ് ഇറ്റ്. 63 നെയ്തർ മൈ ഫ്രണ്ട്സ് നോർ ദ ബുക്ക് സ്റ്റോർ ഡാഷ് ദ ബുക്ക് ഐ നീഡ്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ഹാസ്. നെയ്തർ മൈ ഫ്രണ്ട് ഹാസ് നോർ ദ ബുക്ക് സ്റ്റോർ ഹാസ് ദ ബുക്ക് ഐ നീഡ്. 64 ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റെഫ്യൂസ്ഡ് ഡാഷ് ആൻഡ് വെൻറ്റ് ഓൺ ഡാഷ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റെഫ്യൂസ്ഡ് ടു ലിസൺ ആൻഡ് വെൻറ്റ് ഓൺ ഗ്രംബ്ലിംഗ്. 65 ദേ ഷോഡ് ഹെർ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. ദ പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഈസ്. ആൻസർ ഓപ്ഷൻ എ, ഷീ വാസ് ഷോൺ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. 66 എ ഡാഷ് ഓഫ് സെയിലേഴ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എ ക്രൂ ഓഫ് സെയിലേഴ്സ്. 67 ഹെർ അയൺ വിൽ ആൻഡ് ഡാഷ് കമ്മിറ്റ്മെൻറ്റ് പുട്ട് ഹെർ ഓൺ ദ ടോപ്പ്. ആൻസർ ഓപ്ഷൻ സി ആണ്, അൺഫ്ലിഞ്ചിങ്. ഹെർ അയൺ വിൽ ആൻഡ് അൺഫ്ലിഞ്ചിങ് കമ്മിറ്റ്മെൻറ്റ് പുട്ട് ഹെർ ഓൺ ദ ടോപ്പ്. 68 ഇഫ് യു ആർ അണ്ടർ എ ക്ലൗഡ് ഇറ്റ് മീൻസ് ദാറ്റ്. അണ്ടർ എ ക്ലൗഡ് മീൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, യു ആർ ഇൻ ട്രബിൾ. 69 ദ എക്സ്പാൻഷൻ ഓഫ് NCLT ഈസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. 70 പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡെർത്ത്. ക്ഷാമം, ദാരിദ്ര്യം, വളർച്ച എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. 71 അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. അകത്തമ്മ ചമഞ്ഞു എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വലിയ മേന്മ നടിക്കുക. 72 ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപദം തിരഞ്ഞെടുത്തെഴുതുക. രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ സി ആണ്, അതിവാചാലൻ എന്നതാണ് വളരെയധികം സംസാരിക്കുന്നവൻ എന്നതിന് അർത്ഥം. 73 ചോദ്യം, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ തന്നിരിക്കുന്നതിന് ശരിയായ വാക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അന്തസ്. 74 അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. അനശ്വരതയെ കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അനശ്വരത എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നശ്വരം. 75 ചോദ്യം, നദിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? നദിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ദീപവതി, അത് നദിയുടെ പര്യായ പദമാണ്. ധുനി, സ്രോതസ് എന്നിവയൊക്കെ നദിയുടെ പര്യായ പദമാണ്. ഓപ്ഷൻ ഡി ആണ്, ബുദ്ധമാണ് നദിയുടെ പര്യായം അല്ലാത്തത്. പയോദം എന്നാൽ മേഘം എന്നാണ് അർത്ഥം. 76 വാക്ക് അധികം മയം ചേർത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, വാഗ്മയം. 77 ചോദ്യം, പലവുരു പിരിച്ചെഴുതുക. പലവുരു പിരിച്ച് എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പല അധികം ഉരു. 78 ചോദ്യം,
സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏതാണ്? സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ദ്വിവചനം. 79ാമത്തെ ചോദ്യം. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, PV ആൽബി. 80ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. 81ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? ഉത്തരം ഓപ്ഷൻ ഡി, മന്ത്രിസഭാ തീരുമാനങ്ങൾ. 82ാമത്തെ ചോദ്യം. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ. ഉത്തരം ഓപ്ഷൻ എ, 1 വർഷം വരെ കഠിന തടവ്. 83ാമത്തെ ചോദ്യം. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ, 67B വകുപ്പ് പ്രകാരം. 84ാമത്തെ ചോദ്യം. കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണ്? കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ാമത്തെ നടപടി മാത്രം. എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക. 85ാമത്തെ ചോദ്യം. എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റ് ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എത്രയാണ്? എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റ് ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ, 2 വർഷം വരെ തടവ് ശിക്ഷ. 86ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് വാറന്റ് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം? താഴെ പറയുന്നവയിൽ ഏതാണ് വാറന്റ് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം? ഉത്തരം ഓപ്ഷൻ സി, 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം. 87ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. തെറ്റാണ്. 2. പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാന പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അത് ശരിയാണ്. 3. പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതി തള്ളിക്കളയാവുന്നതാണ്. അതും തെറ്റാണ്. പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ആ മൊഴി തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് 2 മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 88ാമത്തെ ചോദ്യം. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ, 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷ. 89ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം? വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം? ഉത്തരം ഓപ്ഷൻ സി, 40 ദിവസത്തിനകം. 90ാമത്തെ ചോദ്യം. നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക്
സബ്സ്റ്റൻസ് ആക്ട് 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ വകുപ്പ് 27A. 91ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ കുറ്റനിർവഹണത്തിൻ്റെ ഭാഗമായി ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്നതാണ്. അത് തെറ്റാണ്. പോലീസ് ഉദ്യോഗസ്ഥനെ കുറ്റകൃത്യം തടയുന്നതിനായി ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാവുന്നതാണ്. അതും തെറ്റാണ്. ആവശ്യപ്പെട്ട സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അതും തെറ്റാണ്. കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. അത് ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. 92ാമത്തെ ചോദ്യം, ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം എന്താണ്? ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കവർച്ച. 93ാമത്തെ ചോദ്യം, കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്തെ ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്തെ ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ. 94ാമത്തെ ചോദ്യം, ജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എത്രയാണ്? പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ. ഉത്തരം ഓപ്ഷൻ എ 1 വർഷം വരെ. 95ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്? 1. സ്വമേധയാ നൽകിയ മരണമൊഴി, മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴി, മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മരണമൊഴി, സംസാരശേഷിയില്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ നൽകിയ മരണമൊഴി. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാ സാഹചര്യത്തിലും തെളിവായി സ്വീകരിക്കാവുന്നതാണ്. 96ാമത്തെ ചോദ്യം, സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഉത്തരം ഓപ്ഷൻ എ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. 97ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. ബുദ്ധി സ്ഥിരതയില്ലാത്ത സമയത്ത് ഒരാൾ മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. അത് തെറ്റാണ്. കുറ്റകൃത്യമായി കണക്കാക്കുകയില്ല. 2. സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. അത് ശരിയാണ്. 3. അധ്യാപകർ വിദ്യാർത്ഥികളെ അച്ചടക്ക പാലനത്തിൻ്റെ ഭാഗമായി ശിക്ഷിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. അത് തെറ്റാണ്. അത് കണക്കാക്കുകയില്ല. 7 വയസ്സ് തികയാത്ത കുട്ടി ചെയ്യുന്ന മോഷണം കുറ്റകൃത്യമായി കണക്കാക്കും. അതും തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. 98ാമത്തെ ചോദ്യം, ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. 99ാമത്തെ ചോദ്യം, ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീലചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീലചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ലൈംഗികാതിക്രമം. 100ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്?
1. 18 വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകലാണ്. അത് തെറ്റാണ്. പ്രായഭേദമന്യേ വ്യക്തികളെ അവരുടെ സമ്മതം കൂടാതെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യമാണ്. അതും തെറ്റാണ്. 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യമാണ്. അതാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഈ വീഡിയോയിൽ 100 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.